കലാപൂരത്തിന്റെ വിളംബരമറിയിച്ച് സ്വർണ്ണക്കപ്പ് കലാനഗരിയിലെത്തിയതോടെ അത്യാവേശത്തിലും അഭിമാനത്തിലുമാണ് തൃശൂരുകാരനായ പൊന്തേക്കൻ റാഫി. അതിന് കാരണം സ്വർണ്ണക്കപ്പിന്റെ നിർമ്മാണത്തിലെ പങ്കാളി കൂടിയായിരുന്നു റാഫി എന്നതാണ്. അധികം ആർക്കും അറിയാതിരുന്ന റാഫിയുടെ പങ്കിനെ ദിവസങ്ങൾക്ക് മുൻപാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി തന്നെ കലോത്സവ വേദിയിൽ വെച്ച് പറഞ്ഞത്. സ്വർണ്ണക്കപ്പിന്റെ സ്വീകരണ ചടങ്ങിൽ പ്രധാന വേദിയിൽ വെച്ച് റാഫിയെ മന്ത്രി ആദരിച്ചു. സ്വർണ്ണക്കപ്പ് പൂരനഗരിയിലെത്തി, കലാനഗരിയിലെത്തി, പ്രധാന വേദിയിലും എത്തിയിരിക്കുകയാണ്. ഇതിനൊപ്പം ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ സ്വർണ്ണക്കപ്പ് നിർമ്മാണത്തിലെ പങ്കാളി കൂടിയായിട്ടുള്ള ഒരു തൃശ്ശൂരിന്റെ സ്വന്തം സ്വർണ്ണ വ്യാപാരി കൂടി നമ്മളോടൊപ്പം ഉണ്ട്. ചേട്ടാ, എങ്ങനെ സന്തോഷം ഉണ്ട് ഈ സ്വർണ്ണക്കപ്പ് കലാനഗരിയിൽ എത്തിയപ്പോൾ? അളവുകളില്ലാതെ നിൽക്കുകയാണ്. അന്നത്തെ ഈ ഒരു പങ്കാളി കൂടിയാണ്. ആ ഒരു അനുഭവം എങ്ങനെയാണ്? നിർമ്മാണ ചുമതലയിലുണ്ടായിരുന്ന ഒരാളാണ്. 38 വർഷം മുമ്പ് ആണ് ഇത് ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതെങ്ങനെയാണ് അങ്ങയിലേക്ക് എത്തിയത്? അതിവിടെ പത്തനംതിട്ടയിലുള്ള ഒരു കടയിലാണ് ഓർഡർ. അപ്പം ഞാനവിടെ ചെറുതായി ആഭരണ നിർമ്മാണം പണിത് കൊടുക്കുന്ന ആളായിരുന്നു. അപ്പോൾ അവർ എന്നെ ചുമതല ഏൽപ്പിച്ചു. ഞാനത് വളരെ ബുദ്ധിമുട്ടി എൻ്റെ ആൾക്കാരെയൊക്കെ അന്വേഷിച്ച് പിടിച്ച് പണിത് കൊടുത്തതാണ്. വർഷങ്ങൾക്ക് മുമ്പ് ആണ് ഇത്തരത്തിലൊരു 117 പവൻ ഇതിലേക്ക് കപ്പിലേക്ക് എത്തുന്നത്. ഇപ്പം അതിൻ്റെ ഒരു പ്രാധാന്യം വളരെ വലുതാണ്. കാരണം ഇപ്പോൾ സ്വർണത്തിന് വില കൂടിയപ്പോൾ ഇതിൻ്റെ പ്രാധാന്യം ഭയങ്കര വലിയായി. കാരണം സ്കൂളിൽ നിന്ന് ചെറിയ ഫ്ലാഗ് കൊടുത്ത് ഉണ്ടാക്കിയ ആ ചെറിയ കാശിൽ നിന്ന് വിലമതിക്കാനാവാത്ത കോടികളുടെ വിലയായിട്ടുണ്ട്. ഇപ്പം നിലവിൽ നമ്മളാണ് തൃശ്ശൂർ ജില്ലയാണ് മുത്തവിട്ട് ഇരിക്കുന്നത്. ഇത് കൈവിട്ട് പോകുമോ ഇത്തവണ, അതോ നിലനിർത്തും? തന്നെയാണ്. പ്രത്യേകിച്ച് എല്ലാവരുടെയും നമ്മുടെ നാട്ടിൽ വന്നാൽ തിരിച്ചു കൊടുക്കുന്ന പ്രശ്നമില്ല. നമ്മൾ തന്നെ വാങ്ങിക്കും. അപ്പം ആ ഒരു ഇതിൽ സാക്ഷിയാകാനുള്ള ഭാഗ്യം ഉണ്ടാവുമെന്ന് കരുതുന്നു. 100% ഭാഗ്യത്തോടു കൂടി കിട്ടണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭാഗ്യത്തിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് നിൽക്കുന്നു. ഓക്കെ, അപ്പം അതാണ് ഇതിൻ്റെ നിർമ്മാണത്തിലെ പങ്കാളി കൂടിയായിരുന്നുള്ള അദ്ദേഹവും ശുഭാപ്തി വിശ്വാസമാണ് പങ്കുവെക്കുന്നത്. ഇത്തവണയും കലാകിരീടം തൃശ്ശൂർ നിലനിർത്തുമെന്നുള്ള പ്രതീക്ഷയാണ് എല്ലാവർക്കും ഉള്ളത്. കലാനഗരിയിൽ നിന്നും ക്യാമറമാൻ കൃഷ്ണകുമാർ കെ മലയിലിനൊപ്പം അഭിജിത്ത് തലശ്ശേരി, TCV.